അങ്ങനെ മരിയൻ അലക്സാണ്ടർ ബേബി എന്ന പ്രിയപ്പെട്ട ബേബി സഖാവ് CPIMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നു. പേര് ബേബിയാണെങ്കിലും പാർട്ടിയിലും ചിന്തകളിലും അദ്ദേഹം ഒരു ബേബിയല്ല. ഉയർന്ന ചിന്തയും വളരെ മനോഹരമായി കാമ്പോടെയും കഴമ്പോടെയും സംസാരിക്കാനും നല്ല വായനയും എഴുത്തും ഒക്കെയുള്ള വ്യത്യസ്തനായ ഒരു കമ്മ്യൂണിസ്റ്റാണ് MA ബേബി സഖാവ്. അദ്ദേഹവുമായി എനിക്ക് വർഷങ്ങളുടെ ബന്ധമുണ്ട്. ഞാൻ കയർഫെഡിൽ MD ആയിരിക്കെ കുണ്ടറയിൽ നിന്നുള്ള SL സജികുമാർ സഖാവായിരുന്നു എൻ്റെ ചെയർമാൻ. അന്ന് ഇടതുപക്ഷ ഭരണസമിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ കാലം മുതൽക്കേ MA ബേബി സാറുമായി അടുത്തിടപഴകാനും ഒരുപാട് യാത്ര ചെയ്യാനും ഒക്കെ അന്നേ കഴിഞ്ഞിട്ടുണ്ട്. യാത്രകളിലൊക്കെയും അദ്ദേഹം വായിച്ചിട്ടുള്ള പല പുസ്തകങ്ങളെക്കുറിച്ചും പല ചിന്തകളുമൊക്കെ അദ്ദേഹം പങ്കുവെക്കാറുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിച്ച സമയത്താണ് ഗുലാം അലി എന്ന് പറയുന്ന നമ്മുടെ വിശ്വവിഖ്യാതനായ ഗസൽ ഗായകനെ അദ്ദേഹത്തിൻ്റെ കൂടി നേതൃത്വത്തിലുള്ള സ്വരലയയുടെ ഭാഗമായി കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ മുഴുവൻ തുകയും അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായ AP അനിൽകുമാർ സാറിൻ്റെ താല്പര്യത്തോടുകൂടി മുഴുവൻ നിർവഹിച്ചത് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലായിരുന്നു. അന്ന് അദ്ദേഹം ഇന്ത്യയിൽ വരുന്നതിനും പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് സംഘപരിവാറുകാരുടെ പല പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ ഗുലാം അലി എന്ന ഗസൽ ഗായകനെ തിരുവനന്തപുരത്ത് കൊണ്ടുവരികയും തിരുവനന്തപുരത്തിന് ശേഷം കോഴിക്കോടും ഒക്കെ പരിപാടികൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ സംഘാടന കാലഘട്ടത്തിലും പിന്നീടുമൊക്കെ ബേബി സഖാവുമായി അടുത്തിടപഴകാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ രാഷ്ട്രീയക്കാർക്ക് പറയാറുള്ളത് പോലെ ഒരു ധാർഷ്ട്യമോ ജനങ്ങളോടുള്ള ഒരു അകലമോ ഒന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ സംഭാഷണ ശൈലിയും രീതിയുമൊക്കെ വലിയ സവിശേഷ ഭാവമുള്ള ഒന്നാണ്. 1988 അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് തന്നെ SFI രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ DYFIയിലും അടക്കമുള്ള വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൊക്കെ സജീവമായി അദ്ദേഹം ഇടപെട്ടിരുന്നു. കൂടാതെ കുണ്ടറയിൽ നിന്ന് നിരവധി തവണ MLA ആവുകയും രാജ്യസഭാ അംഗമാവുകയും ഒക്കെ ചെയ്തിരുന്നു. പല പാർട്ടി കോൺഗ്രസ്സുകൾ വരുമ്പോഴും MA ബേബി സഖാവിൻ്റെ പേര് ഉയർന്നു വരാറുണ്ടായിരുന്നു. എന്നാൽ ഈ 24ാം പാർട്ടി കോൺഗ്രസ്സിലാണ് MA ബേബി സഖാവിന് അങ്ങനെ ഒരു ഊഴം കൈവന്നത്. വലിയ വെല്ലുവിളികളാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത്. ഒരുപക്ഷെ ഇന്ത്യയിലാകെ ഈ പറയുന്ന ഭരണം അവശേഷിക്കുന്ന ഏക സംസ്ഥാനമായി കേരളം നിലനിൽക്കുമ്പോൾ എന്ന് മാത്രവുമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രവർത്തനം തന്നെ ദുഷ്കരമാകും വിധമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിലും MA ബേബിയെപ്പോലെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളെ അവധാനതയോടെ നോക്കിക്കാണുന്ന ഒരാൾക്ക് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് ചലിപ്പിക്കാനാവും എന്നത് ശ്രമകരമായ ഒരു വെല്ലുവിളിയാണ്. അതോടൊപ്പം ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായും ഒക്കെ പ്രവർത്തിക്കുമ്പോഴും കേരളത്തിലെ തനതായ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ മാറ്റി നിർത്താനും ഒപ്പം ദേശീയ തലത്തിൽ ഇതിനെ ഏകോപിപ്പിക്കാനുമൊക്കെ പറയുന്ന വളരെ സങ്കീർണമായ രാഷ്ട്രീയ തീരുമാനങ്ങളും നിലപാടുകളുമൊക്കെ അദ്ദേഹത്തിന് കൈക്കൊള്ളേണ്ടി വരും. ഏതായാലും MA ബേബി എന്ന മലയാളി EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ശേഷം ആദ്യമായി കേരളത്തിൽ നിന്ന് CPIMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്ന മലയാളിയാണ്. രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദവും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലങ്ങളിൽ ശ്രദ്ധേയരായ പല മനുഷ്യരുമായുള്ള ബന്ധവും എത്ര സങ്കീർണമായ വിഷയങ്ങളെയും വളരെ കൂളായി കംഫർട്ടബിളായി ഒക്കെ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു സോഫ്റ്റ് സ്കില്ലും ഒക്കെ ബേബി സഖാവിന് സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പദവിയും തൻ്റെ തനതായ ബേബി ടച്ചോടുകൂടി വളരെ ഭംഗിയായി നിർവഹിക്കാനാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. പ്രിയപ്പെട്ട MA ബേബി സഖാവിന് ഏറ്റവും ഹൃദ്യമായ സ്നേഹാശംസകളും അഭിവാദനങ്ങളും അർപ്പിക്കുന്നു.